നമ്മുടെ ലാബിന്റെ പ്രോസസ്സിൽ ഒന്നാമത്തെ പ്രോസസ്സായ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ദിൽഷാദ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് വേരിയസ് സ്പെസിമെൻസ് ഉണ്ട്, ലൈക്ക് ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ ആൻഡ് സ്പ്യൂട്ടം. അപ്പൊ അതിനൊക്കെ കളക്ഷന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയാൻ പോണത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്. ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ പ്രൊസീജിയറിൽ സ്പെസിമെൻ കളക്ഷനുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓൺ ഡയഗ്നോസിസ് ആൻഡ് പേഷ്യന്റ് കെയർ, പേഷ്യന്റിന് കൊടുക്കേണ്ട കെയർ, അതുപോലെ തന്നെ ഡയഗ്നോസിന്റെ ഇമ്പാക്ട്. ദെൻ കോമൺ ടൈപ്സ് ഓഫ് സ്പെസിമെൻ കളക്ടഡ് ഇൻ ലാബ്. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബ്ലഡ്, യൂറിൻ, അതുപോലെ സെവറൽ സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ദെൻ ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ സ്പെസിമെൻ കളക്ഷൻ. എപ്പോഴും ഒരു അസെപ്റ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്യുക. അസെപ്റ്റിക് മീൻസ് സ്റ്റെറൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്സ് ഫോളോ ചെയ്യുക. ദെൻ യൂസ് അപ്രോപ്രിയേറ്റ് കളക്ഷൻ കണ്ടെയ്നേഴ്സ്. അത് ബ്ലഡിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിനായിട്ടുള്ള ട്യൂബ്സ് ഉണ്ട്. ദെൻ യൂറിൻ ആണെന്നുണ്ടെങ്കിൽ വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റൂളിന് സ്പ്യൂട്ടം, ഓരോന്നിനും സെപ്പറേറ്റ് ട്യൂബ്സ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്യൂബ്സ് എടുക്കുക. ദെൻ ലാബിൽ സ്പെസിമെൻ കറക്റ്റ്ലി. എപ്പോഴും സാമ്പിൾസും പേഷ്യന്റിന്റെ നെയിം, അതുപോലെ തന്നെ പേഷ്യന്റ് ID, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കളക്ഷൻ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ലാബിലായിരിക്കണം. എറേഴ്സ് കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ദെൻ മെയിൻറ്റെയിൻ ചെയിൻ ഓഫ് കസ്റ്റഡി. ഈ ഒരു പ്രോപ്പർ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും ഫോളോ ചെയ്ത് വരിക. ഫസ്റ്റ് ID ലാബിൽ ചെയ്യുക, ദെൻ സാമ്പിൾ ആഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു 1 by 1 സ്റ്റെപ്സ് ആയിട്ട്. ദെൻ ട്രാൻസ്പോർട്ട് സാമ്പിൾസ് പ്രോംപ്റ്റ്ലി. അതായത് എപ്പോഴും സാമ്പിൾ എടുത്തു കഴിഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ലാബിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. ഡീൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ റെഫ്രിജറേഷനോ നമ്മൾ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലഡ് സ്പെസിമെൻ കളക്ഷന്റെ കാര്യമാണ്. ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ടൈപ്സ് പറഞ്ഞാൽ ഒന്ന് വീനസ് ഉണ്ട്, ആർട്ടീരിയൽ. കളക്ട് ചെയ്യുന്നതിന് എന്തോ ഒരു പേര് പറയില്ലേ, ഫ്ലിബോട്ടമി. ഫ്ലിബോട്ടമിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ടൈപ്സ് വീനസ് കളക്ഷൻ ഉണ്ട്, ആർട്ടീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ കാപ്പിലറി ഉണ്ട്. അത് ഓരോന്നിനും ബേസ് ചെയ്തിട്ടാണ്. കാപ്പിലറി നമ്മൾ ഫിംഗർ ടിപ്പ് എന്നൊക്കെയാണ് കോമൺ ആയിട്ട് എടുക്കല്. വീനസ് ആകുമ്പോൾ വെയിൻ, ആർട്ടീരിയൽ ആകുമ്പോൾ ആർട്ടറിയിൽ നിന്ന് എടുക്കുന്നതാണ്. ദെൻ കോമൺ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സെവറൽ ടെസ്റ്റുകളുണ്ട്. CBC, ബ്ലഡ് കൾച്ചർ, ഗ്ലൂക്കോസ്, കൊളസ്ട്രോൾ, ബയോകെമിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഹോർമോണൽ അനാലിസിസ്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഓരോന്നിനും റിക്വയർഡ് ആയിട്ടുള്ള ട്യൂബ്സിൽ എടുക്കുക, സാമ്പിൾ എടുക്കുക. ദെൻ കളക്ഷൻ മെത്തേഡ്സിൽ വരണതാണ് യൂസ് കറക്റ്റ് ട്യൂബ്സ്. യെസ്, ഇപ്പോ നമ്മൾ CBC കാണുന്നുണ്ടെങ്കിൽ EDTA ട്യൂബിൽ എടുക്കുക. ദെൻ ഹെപ്പാരിൻ, സിട്രേറ്റ്, അതുപോലെ പ്ലെയിൻ ട്യൂബ് ഉണ്ടാവും, വാക്കോട്ടൈനൽ ട്യൂബ്സ് ഉണ്ടാവും. ഓരോന്നിനും ബേസ് ചെയ്തിട്ട് ട്യൂബ്സ് എടുക്കുക. ദെൻ അവോയ്ഡ് ഹീമോലൈസിസ്. ഹീമോലൈസിസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ സാമ്പിൾ ട്യൂബിക്ക് ആഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോഴും സിറിഞ്ച് കുത്തിയിട്ട് റാപ്പിഡായിട്ട് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ RBCs ഒക്കെ പെട്ടെന്ന് നല്ല ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാണ് ഹീമോലൈസിസ് എന്ന് പറയുക. സെൽസ് ഒക്കെ ബ്രേക്ക് ആയിട്ട് അല്ലെങ്കിൽ ഹീം ലൈസ് ആവുന്ന ഒരു കണ്ടീഷൻ. ഹീം മീൻസ് ബ്ലഡ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ അതർ മെത്തേഡ്സ്, ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ നമുക്ക് വാക്കോട്ടൈനൽ ട്യൂബ്സ് ഉണ്ട്, അതിലെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ എടുക്കുക. സാമ്പിൾ കളക്ഷൻ സിറിഞ്ചിലേക്ക് മെല്ലെ സാമ്പിൾ ആസ്പിറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്യൂബിൽ ആഡ് ചെയ്യുമ്പോഴും വളരെ സ്ലോലി ഒരു ട്യൂബിന്റെ സൈഡിലൂടെ ഒരു ചെറിയൊരു ആംഗിൾ കൊടുത്തിട്ട് മെല്ലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഹീമോലൈസിസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോർ അറ്റ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ. നമ്മൾ ഓരോ ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഓരോ സാമ്പിളുകൾക്കും ടെമ്പറേച്ചർ ഉണ്ട്, ഒരു മിനിമം റിക്വയർഡ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ എപ്പോഴും സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ ആന്റികോയാഗുലേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ജെന്റ്ലി മിക്സ് ചെയ്യുക. ഒരിക്കലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ റാപ്പിഡായിട്ട് തന്നെ റിജിഡായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവർ RBCs ഒക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ഹീമോലൈസിസ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആന്റികോയാഗുലന്റിനായിട്ട് എപ്പോഴും മെല്ലെ ഒരു സ്ലോ റൊട്ടേഷൻ ആയിട്ട് മിക്സ് ചെയ്യാം. ദെൻ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറം പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാം. ദെൻ ട്രാൻസ്പോർട്ട് വിത്തിൻ റെക്കമെൻഡഡ് ടൈം ഫ്രെയിം. അതായത് ഞാൻ പറഞ്ഞു ഡിലേ അവോയ്ഡ് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തെ സാമ്പിൾ ആണ് യൂറിൻ സ്പെസിമെൻ. യൂറിൻ സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. റാൻഡം യൂറിൻ ഉണ്ട്, ഏർലി മോർണിംഗ് സാമ്പിൾ അഥവാ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ ഉണ്ട്, മിഡ് സ്ട്രീം ക്ലീൻ ക്യാഷ് യൂറിൻ സാമ്പിൾ ഉണ്ട്, ദെൻ 24 hour യൂറിൻ സാമ്പിൾ ഉണ്ട്. ഓരോ സാമ്പിളിന്റെ കളക്ഷനും ഓരോ മെത്തേഡ്സ് ആണ്. റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് എനി ടൈം എടുക്കാൻ പറ്റുന്ന സാമ്പിൾ ആണ്. നോർമലി നമ്മൾ ജനറലി എടുത്തുകൊണ്ടിരിക്കുന്ന സാമ്പിൾ ആണ് റാൻഡം സ്പെസിമെൻ. ദെൻ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് സ്പെസിമെൻ. നമ്മൾ രാവിലെ എണീറ്റതോ
സമയത്ത് ഫസ്റ്റ് എടുക്കുന്ന സാമ്പിൾ ആണ്. എന്തിനാ വെച്ചാൽ നമുക്ക് അക്യുമുലേഷൻ കിട്ടും, കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു യൂറിൻ കിട്ടും. ഹോൾ നൈറ്റും നമ്മൾ യൂറിനേഷൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ബെസ്റ്റ് സ്പെസിമെൻ ആണ്. ദെൻ മിഡ് സ്ട്രീം ക്ലീൻ ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദി യൂറിൻ ഡിസ്കാർഡ് ചെയ്തിട്ട് സെൻട്രൽ പാർട്ട് മാത്രം എടുക്കുന്ന ഒരു യൂറിനാണ് മിഡ് സ്ട്രീം യൂറിൻ എന്ന് പറയാം. ദെൻ 24 hour യൂറിൻ സാമ്പിൾ, അതൊരു അപ്രോക്സിമേറ്റ്ലി 2 liters ക്യാനിലാണ് നമ്മൾ 24 hour യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുക. അത് നമ്മൾ ഹോൾ ഡേ, അതായത് രാവിലെ 7 മണി, ഇന്ന് രാവിലെ 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ ആ ഒരു ഹോൾ ടൈമിൽ നമ്മൾ പാസ് ചെയ്യുന്ന യൂറിൻ ഫുള്ള് നമ്മളൊരു ക്യാനിൽ കളക്ട് ചെയ്തിട്ടുള്ളതാണ് 24 hour യൂറിൻ സ്പെസിമെൻ. ദെൻ കോമൺ ടെസ്റ്റുകൾ, നമ്മൾ ഒന്നാമത്തെ ടെസ്റ്റ് യൂറിൻ അനാലിസിസ്, യൂറിൻ റൂട്ടീൻ ടെസ്റ്റ്, ദെൻ യൂറിൻ കൾച്ചർ, അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ്, ദെൻ ഒരുപാട് ടെസ്റ്റ് PCR, ACR അങ്ങനെ ഒരുപാട് ടെസ്റ്റ് വരുന്നുണ്ട്. ദെൻ പ്രോപ്പർ കളക്ഷൻ ടെക്നിക്സിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യാം. എപ്പോഴും നല്ല സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നർ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ അവോയ്ഡ് കണ്ടാമിനേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കൾച്ചറിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേറെ, അതായത് നമുക്ക് വേണ്ടതല്ലാത്ത ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് കൾച്ചറിൽ കിട്ടും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടാമിനേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാം. ദെൻ ട്രാൻസ്പോർട്ട് വിത്തിൻ 2 hours, സാമ്പിൾ എടുത്തതിന് ശേഷം 2 hours മാക്സിമം ആണ്. അതിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 to 8 degree Celsius റെഫ്രിജറേഷൻ ചെയ്യാം. ദെൻ എക്സ്പോഷർ ടു സൺലൈറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സൺലൈറ്റിനോട് ഡയറക്ട്ലി എക്സ്പോഷർ വരുന്ന സ്ഥലത്ത് നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കൂളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാക്സിമം നമുക്ക് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റുന്ന ഒരു ഏരിയാസിലൊക്കെ എന്ത് ചെയ്യാം, യൂറിൻ സ്റ്റോർ ചെയ്യാം. ദെൻ യൂസ് പ്രിസർവേറ്റീവ്സ് ഇഫ് നീഡ് ഫോർ ലോങ് ടേം സ്റ്റോറേജ്, അതായത് കൂടുതൽ ടൈം, അതായത് ഇപ്പോൾ നമ്മൾ ചില ടെസ്റ്റുകൾ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്ന ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ നല്ലപോലെ പ്രിസർവ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് സാമ്പിൾ, മൂന്നാമത്തെ സാമ്പിൾ ആണ് സ്റ്റൂൾ സ്പെസിമെൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്സ് റൂട്ടീൻ ഉണ്ട്, ഒക്കൾട്ട് ബ്ലഡ് ഉണ്ട്, ഓവ ആൻഡ് പാരസൈറ്റ്. ഇതിന്റെ ഒക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺലി സ്റ്റൂള് സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. ദെൻ പ്രോപ്പർ കളക്ഷൻ ആയിട്ട് മെത്തേഡ് പറഞ്ഞാൽ യൂസ് എ ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക സാമ്പിൾ. അതുപോലെ തന്നെ യൂറിനോ അല്ലെങ്കിൽ വാട്ടർ കണ്ടാമിനേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യുക. എപ്പോഴും സ്റ്റൂൾ മാത്രം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് സാമ്പിൾ മതി, അറ്റ്ലീസ്റ്റ് 5 gram or 5 ml. വാട്ടർ ആണെന്നുണ്ടെങ്കിൽ 5 ml, സോളിഡ് ആണെങ്കിൽ 5 gram ഓഫ് യൂറിൻ സ്റ്റൂൾ മതി. അപ്പോൾ ഇനഫ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കളക്ട് ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ള നോൺ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്സിൽ കളക്ട് ചെയ്യാം. ദെൻ സ്റ്റൂൾ ഹാൻഡ്ലിംഗ് വരുന്നതാണ് ട്രാൻസ്പോർട്ട് വിത്തിൻ 30 minutes. അതായത് കൾച്ചറിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ സാമ്പിൾ എടുത്തതിന് ശേഷം 30 മിനിറ്റിനുള്ളിൽ ബിലോ 30 minutes ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഡിലേ വരാൻ ചാൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫ്രിജറേഷൻ ചെയ്യാം. പാരസൈറ്റോളജിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ റെഫ്രിജറേഷൻ ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് ഫോർ പാരസൈറ്റ്സ്. ദെൻ നെക്സ്റ്റ് സാമ്പിൾ ആണ് സ്പ്യൂട്ടം. സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കളക്റ്റഡ് ഇൻ ദി മോർണിംഗ്. രാവിലെ യൂറിന്റെ പോലെ തന്നെ നമ്മൾ ഹോൾ നൈറ്റിലുള്ള ആ ഒരു അക്യുമുലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് രാവിലെ ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാമ്പിൾ. ദെൻ ഈ കളക്ഷന്റെ സമയത്ത് തന്നെ നമ്മൾ സലൈവ അവോയ്ഡ് ചെയ്യുക. സലൈവ ഇല്ലാതെ എപ്പോഴും മ്യൂക്കോപ്രിലിൻ ആയിട്ടുള്ള സാമ്പിൾ എടുക്കുക. ദെൻ സ്റ്റോർ ഇൻ എ സ്റ്റെറൈൽ കണ്ടെയ്നർ, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ദെൻ ഫോളോ കറക്റ്റ് കളക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർ കളക്ഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ്, ഇതൊക്കെ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും, അതെപ്പോഴും ഫോളോ ചെയ്യാം. ദെൻ എൻഷുർ പ്രോപ്പർ ലാബലിംഗ് ആൻഡ് ടൈംലി ട്രാൻസ്പോർട്ട്. എപ്പോഴും ടൈംലി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഡിലേ ഒന്നും വരാതെ സാമ്പിൾ എടുത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക. മെയിൻറ്റെയിൻ സ്റ്റെറിലിറ്റി ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാം. നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. ദെൻ അതർ ടു സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ്. നമ്മൾ അവർ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സിനോട് അതുപോലെ സേഫ്റ്റി പ്രോട്ടോകോൾസിനോട് നമ്മൾ അതറായിട്ട് ആ ഒരു പ്രോപ്പർ മാനറിൽ ഈ ഒരു ഹോൾ സ്റ്റെപ്സ് മാനേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.